പിന്നെ ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ വേണ്ട, റിയർ വീൽ ലോക്കിംഗ് ഇല്ല, ഹോപ്പിംഗ് ഇല്ല, സ്റ്റെബിലിറ്റി നല്ല സ്റ്റേബിൾ വണ്ടിയും കൂടിയാണ് കേട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ദ ബ്രാൻഡ് ന്യൂ ഹോണ്ടയുടെ NX200 ആട്ടോ. CB200 അവർ എടുത്തിട്ട് റീബ്രാൻഡ് ചെയ്ത് റീബാജ് ചെയ്ത് ഇറക്കിയ ഒരു മോട്ടോർ സൈക്കിളെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടോ. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതേ കണ്ട, ഇവിടെ പുതുത്തം വണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ കവറും കൂടി മാറ്റിയിട്ടില്ല, അത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. LED ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് DRS കട. LED DRS ഫുൾ LED ആണ്ടോ. ഇൻഡിക്കേറ്റേഴ്സ് നോക്ക്, അതിൻ്റെ നക്കിൾ ഗാർഡ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്ടോ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നത്. കൊള്ളാമല്ലേ, കത്തി കിടക്കുന്ന കാണാൻ കൊള്ളാം. ഹസാർഡ് ഓൺ ആണോ? അപ്പോൾ വണ്ടി ഓണാക്കിയ വണ്ടിയുടെ ഇഗ്നിഷൻ ഓണാക്കി വെച്ചാൽ ഇതെല്ലാം കത്തി കിടക്കും കേട്ടോ. സെറ്റപ്പ് കൊള്ളാമല്ലേ. ഒന്ന് ഓഫാക്കി വെക്കാം, അധികം ചാർജ് കളയണ്ടല്ലോ. പിന്നെ നോക്ക്, ഗോൾഡൻ അപ്സൈഡ് ഡൗൺ ഫോക്സ്, ഷോവയുടെ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കുട്ടി ഫോക്ക്, ഇന്നർ ട്യൂബിൻ്റെ സൈസ് കുട്ടി ഇന്നർ ട്യൂബിൻ്റെ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്ക്, 276 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തത് വിത്ത് ABS. ഫ്രണ്ടിലും ബാക്കിലും ABS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡുവൽ ചാനൽ ABS ആണ് കൊടുക്കുന്നത് കേട്ടോ. പണ്ടത്തെ CB200X സിംഗിൾ ചാനൽ, ഇത് ഡുവൽ ചാനൽ ട്വിൻ പിസ്റ്റൻ കാലിപ്പറൊക്കെയാണ് കൊടുത്തത്. നിസിൻ്റെ കാലിപ്പേഴ്സ് ആണ് കൊടുത്തത്. റബ്ബർ ബ്രേക്ക് ലൈൻസ്, റബ്ബർ ലൈൻസ് ആണ്, സ്റ്റീൽ ബ്രേഡർ ഒന്നുമല്ല. പക്ഷെ എന്നാലും ഈ പ്രൈസിൽ സെറ്റപ്പാണ് കേട്ടോ. കൊള്ളാലെ. ആ മഡ്ഗാർഡ് കുറച്ച് റേസ്റ്റ് മഡ്ഗാർഡ് ഡിസൈനാണ് കൊടുത്തത്. MRFൻ്റെ കേർവ് ടയറാണ്, ഇത് റേഡിയൽ ടയറില്ല. പക്ഷെ 17 ഇഞ്ച് ട്യൂബ്ലെസ് അലോയാണ് കേട്ടോ കൊടുത്തത്. 17 ഇഞ്ചായിട്ട് കുറേ ടയർ ഓപ്ഷൻ കിട്ടി. കണ്ടോ, ഇത് ഡുവൽ സ്പോർട്ട് ടയർ, കുറേ ഗ്രൂവ് ഒക്കെ ഉണ്ടല്ലേ. ബ്ലോക്ക് പാറ്റേൺ ടയർ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് റോഡിലും ഓഫ് റോഡ് ഓടിക്കാൻ പറ്റും. പക്ഷേ റോഡിൽ അത്രമാത്രം ഗ്രിപ്പ് കിട്ടില്ല. പക്ഷേ റോഡ് ടയർസിനെ കാട്ടി ഓഫ് റോഡ് പോയാൽ കുറച്ചൊരു ബെറ്റർ ട്രാക്ഷൻ കിട്ടാൻ വേണ്ടി ആ വാട്ടർ ഡേർട്ടൊക്കെ പുഷ് ഔട്ട് ചെയ്യാനുള്ള ഗ്രൂസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ് ഉള്ള അല്ലേ. പിന്നെ ഇവിടെ റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി പറയുന്നതാണ് ഇതിൻ്റെ ഇൻറ്റേർണൽസ് ഒക്കെ ഹോർണറ്റ് 2.0 ആയിട്ട് സിമിലർ ആണ് കേട്ടോ. അത് അവരെടുത്തിട്ട് CB200 ആക്കി മാറ്റി. അതിൻ്റെ ഫ്രണ്ട് ഈ എൻ്റെ അഡ്വഞ്ചറായിട്ട് വലിയ ടാങ്കൊക്കെ കൊടുത്താൽ, വലിയ ടാങ്ക് എന്ന് പറഞ്ഞാൽ ടാങ്ക് കപ്പാസിറ്റി വരെ തന്നെ. പക്ഷേ ടാങ്കിൻ്റെ സ്ട്രൗഡ് ആ കവറിങ് ഒക്കെ മാറ്റി കുറച്ചൊരു അഡ്വഞ്ചർ ലുക്ക് കൊടുത്തിട്ട് അവർ CB200X ഇറക്കിയ. എന്നിട്ട് അത് മാറ്റിയിട്ട് NX മാറ്റിയപ്പോൾ അവർ കൊടുത്തേക്ക് നോക്ക്, ഒരു 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ കൊടുത്തത്. ആക്റ്റീവ് ഒക്കെ കൊടുത്തില്ലേ. പുതിയ CB125 വന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കൊടുത്ത സെറ്റപ്പാണ്ട് കൊടുത്തത്. ഈ മീറ്റർ കുറേ അവരുടെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഇറങ്ങാൻ പോകുന്ന മിക്ക വണ്ടിക്ക് അവർ കൊടുക്കും. പിന്നെ ഇത് നോക്ക്, ഒരു USB Type-C പോർട്ട്, ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തിരിച്ച് വെക്കാൻ പാടാണല്ലോ, പറിച്ചെടുത്തു ഞാൻ. ഇവിടെ ഫേക്ക് കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഹോണ്ട ബാജിങ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഗിയേഴ്സൊക്കെ ഉണ്ട്, പ്രോപ്പർ ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള സ്വിച്ച് ഗിയേഴ്സാണ് കൊടുത്തത്. ഹാൻഡ് ബാർ കണ്ടില്ല, ഇവിടെ 28 mm, ഇങ്ങോട്ട് വരുമ്പോൾ 22 mm ആണ് ഹാൻഡ് ബാർസാണ് കൊടുത്തേക്കുന്നത്. ഇത് റേസ് ചെയ്താൽ വെച്ച്, സാധാ ഹോർണറ്റിൽ എന്ന് പറഞ്ഞാൽ ഇത് താഴ്ത്തിയാണ് വെച്ചത്. ഇത് 6 cm കണ്ടില്ല ഹൈറ്റും ഒക്കെ. അത്രമാത്രം ക്വാളിറ്റിയുള്ള റേസേഴ്സൊന്നുമല്ല. പക്ഷേ നോക്ക്, 6 cm പൊക്കി വെച്ചാൽ കറക്റ്റ് പറയുന്ന 61 mm, 6.1 cm പൊക്കി വെച്ചേക്കുക. കുറച്ചുകൂടി ക്ലോസർ ടു ദ റൈഡർ ആക്കി വെച്ചിട്ടോ. എന്ത് ഇരിക്കുമ്പോൾ എർഗണോമിക്സൊക്കെ ഞാൻ കാണിച്ചത് കണ്ടില്ല. ഈ മീറ്റർ സെറ്റപ്പ് മീറ്ററാണ് കേട്ടോ. കുറേ ഫങ്ഷനാലിറ്റി കൊടുത്തൊരു മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. കണ്ട, റേഞ്ച് എത്രയുണ്ട്, എത്ര കിലോമീറ്റർ ഓടും, എല്ലാ തരം കുറേ മത്താ. പിന്നെ ഹോണ്ടയുടെ റോഡ്സിങ് ആപ്പ് വെച്ച് കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നാവിഗേഷൻ, മെസ്സേജസ്, അങ്ങനത്തെ മത്താപ്പൊക്കെ കിട്ടുന്ന കേട്ടോ. കണ്ട, ടോട്ടൽ 5 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ കിട്ടിയ വണ്ടിയാണ്. നമ്മൾ ഓൾറെഡി കുറേ ഓടിച്ച് കുറേ ബീറോ ഷോട്ട്, ആക്ഷൻ ഷോട്ടൊക്കെ എടുത്ത് കണ്ടോ. അതൊക്കെ പിന്നെ എന്തിനാണെന്ന് ഞാൻ വേറൊരു വീഡിയോ പറയാം കേട്ടോ. മാത്രമല്ല ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഹോണ്ട സെലക്റ്റീവ് ടോർക്ക് കൺട്രോൾ എന്നല്ലേ പറയണേ. ഇതിനങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. അത് നമുക്ക് മാറ്റാൻ പറ്റും. നോക്കട്ടെ ഫംഗ്ഷൻ കണ്ട, എക്കോ ഇൻഡിക്കേറ്റർ കണ്ട, HSTC ഹോണ്ട സെലക്റ്റബിൾ ടോർക്ക് കൺട്രോൾ. അത് നമുക്ക് ഓണും ഓഫാക്കാൻ പറ്റേണ്ടതാണ്. വേറെ ഇതൊന്നും വരില്ല. ഇവിടെ ചിഹ്നം മാറും കേട്ടോ. നെക്കി പിടിച്ചാണ്ട, ഇപ്പോൾ ഓഫാക്കി കുറച്ചും കൂടി നേരം ഈ റൈറ്റ് ആയിട്ട് നെക്കി പിടിച്ചാൽ ഓണാക്കി കേട്ടോ. പിന്നെ എക്കോ ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് ഓണാക്കുക. ട്രിപ്പ് ഓട്ടോ റീസെറ്റും കൊടുത്തേക്കാം. കുറേ മത്താപ്പുള്ള മീറ്റർ വേണ്ട, സെറ്റപ്പ് ഉള്ളതല്ലേ. ഓഫാക്കി വെക്കട്ടെ. കണ്ടില്ലേ, ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഓണാക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ടാങ്ക് ഒരു 12 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയുള്ള ടാങ്കാണ്. E20 കംപ്ലൈൻറ്റും കൂടിയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പെട്രോളിൽ 20% എത്തനോളുണ്ട്, അപ് ടു 20% എത്തനോൾ എന്നാണ് പറയുന്നത്. അതിന് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കൊടുത്തത്. ഇനി വരാൻ പോകുന്ന പെട്രോൾ 27% എത്തനോൾ ആക്കാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. സോ അത് വരുമ്പോഴേക്ക് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ. അത് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ്. ഇങ്ങനത്തെ മോട്ടോർ സൈക്കിളിന് കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഈ എത്തനോൾ കണ്ടൻറ്റ് ഇൻ പെട്രോൾ കൂടിയുകൊണ്ട്. അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിക്കോട്ടോ. സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഇവിടുത്തെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഫോർ ദാറ്റ് പ്രൈസ് കേട്ടോ 1.68 lakh 69 lakh എക്സ്ഷോറുമ. ഓൺ റോഡ് വരുമ്പോൾ 2.9 lakhs ആവും. ആ പ്രൈസിന് വേർത്തിട്ടാണെന്ന് ചോദിച്ചാൽ വെയിറ്റ് നമുക്ക് ഒന്ന് നോക്കാം. ഇതിൻ്റെ സ്പെക്സും കൂടി പറഞ്ഞ് ഇതിൻ്റെ എഞ്ചിൻ സ്പെക്സ് നിങ്ങൾ കേട്ട് നോക്കണം കേട്ടോ. കണ്ടോ, ഒരു ബേസിക് ആയിട്ടുള്ള
ഹോണ്ട എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 184cc, ഇത് 200 എന്ന് പറയും, പക്ഷേ 184cc എയർ കൂൾഡ് എഞ്ചിനാണ്. ഇത് ലിക്വിഡ് കൂളിംഗ് അല്ല, ഓയിൽ കൂളിംഗ് അല്ല, എയർ ആൻഡ് ഓയിലും കൂടിയല്ല, ഇത് പ്രോപ്പർ എയർ കൂൾഡ് എഞ്ചിനാണ് കേട്ടോ. 5 സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 17 ഹോഴ്സ് പവർ, 15 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക്, 15.7 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പഴയ മോഡലിനെ കാട്ടി, പഴയ ഹോണ്ട 2.0 കാട്ടി ഒരു പൊടിക്ക് ടോർക്ക് കുറഞ്ഞിട്ടുണ്ട്. OBD 2B കംപ്ലൈൻ്റ് ആക്കാൻ വേണ്ടി കുറച്ച് അവർ ട്യൂണിംഗ് ഒക്കെ ചെയ്തപ്പോഴേക്കും കുറച്ച് ടോർക്ക് കുറഞ്ഞിട്ട് അത് ഓടിക്കാൻ മനസ്സിലാവും. ചെറിയ രീതി ആ ലോ എൻഡിൽ ചെറിയൊരു പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. മാത്രമല്ല കമ്പയർഡ് ടു ഹോണ്ട 2.0 ഇതിന് കുറച്ച് വെയിറ്റും കൂടിയുണ്ട്. ഈ സാധനങ്ങളൊക്കെ കയറ്റി ഒരു 5-6 കിലോ എന്തോ കൂടിയിട്ടുണ്ട്. ടയേഴ്സ് വലിയ ടയേഴ്സൊക്കെ, ടയറിന് വെയിറ്റ് കൂടുതല. ഇതിന് ഇൻ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റർ ആയാലും നക്കിൾ ഗാർഡ് വന്ന് അങ്ങനത്തെ കുറേ മത്താപ്പ് ടാങ്കിൽ കണ്ട വലിയ സ്ട്രൗട്ട്സൊക്കെ കൊടുത്തിട്ട് അതിന് വെയിറ്റ് കൂടിയപ്പോൾ ആ വിത്ത് ദാറ്റ് പവർ ഡ്രോപ്പും കൂടി ആ ടോർക്ക് കുറച്ചുകൊണ്ട് ചെറിയൊരു പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യുക. പക്ഷേ എന്നാലും നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് ഈ 184 എയർ കൂൾഡ് എഞ്ചിൻ ഏകദേശം 45 കിലോമീറ്റർ ടു ലിറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടും. മര്യാദയ്ക്ക് ഓടിച്ച് തന്നെ കേട്ടോ. എന്നാൽ 12 ലിറ്റർ ടാങ്കിൽ ഏകദേശം ഒരു 500 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന സിറ്റി യൂസും ഹൈവേയിൽ ടൂർ ചെയ്യാൻ പ്ലാൻ ചെയ്യും നല്ല ഓപ്ഷൻ ആട്ടോ. എസ്പെഷ്യലി ഈ വൈസർ കണ്ടില്ലേ, ഇത് ഓഫാക്കി കിട്ടും, ചാർജ് ചെയ്യും കണ്ടോ. ഒരു വലിയ ടോൾ വൈസറും കൂടി അവർ കൊടുത്തിരിക്കുന്നത്. ഹൈവേ ഓടിക്കുമ്പോൾ നമുക്ക് വിൻഡ് ബ്ലാസ്റ്റിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹസാർഡ് സ്വിച്ചൊക്കെ ഉണ്ടല്ലേ, അത് കൊള്ളാമല്ലോ. ഹസാർഡ് ഇട്ട് കൊടുക്കാം, അത് ഓഫാക്കാനും പറ്റും. ഹസാർഡ് ഓണാക്കി വെച്ചിട്ട് ഓഫാക്കിയാലും ഓഫാകും. അത് ഓൾവേസ് ഓൺ ഹസാർഡും കൂടി കൊടുത്താൽ അത് സെറ്റപ്പ് ആയിരുന്നു. നമ്മൾ കീ ഓണാക്കിയിട്ട് ഓഫാക്കി കഴിഞ്ഞാൽ അത് ഹസാർഡ് ഓണാക്കി വെക്കണം. ഒരു മെമ്മറി ഓപ്ഷൻ കൂടി കൊടുക്കാമായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ ഇതൊരു ഹോണ്ട എഞ്ചിനാണ്. ഹോണ്ട എയർ കൂൾഡ് എഞ്ചിൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ഭയങ്കര റിഫൈൻഡ് ആയിരിക്കും, മാത്രം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കും, നല്ല റിലയബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഹോണ്ടയുടെ ആ പ്രൈസിങ് കൂടാൻ കാണിക്കും. ഇത് സ്പെക് ഷീറ്റ് എടുത്ത് നോക്കുമ്പോഴേക്ക് ആൾക്കാർ പറയുന്നത് അത്രമാത്രം ഫീച്ചേഴ്സ് ഇല്ല, അത്രമാത്രം വത്താപ്പില്ല, പിന്നെ എന്തിന് NX 200 എടുക്കണമെന്ന്. ഇൻ മൈ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഒരു റിലയബിൾ തലവേദനയൊന്നും ഇല്ലാത്തൊരു വണ്ടി നോക്കുന്നില്ല. സർവീസ് മോശമാണെങ്കിലും സർവീസ് പാർട്സ് കിട്ടിയില്ലെങ്കിൽ വണ്ടി ത്രൂ ഔട്ട് ഓർഡർ. ഇപ്പോൾ ചില മോട്ടോർ സൈക്കിൾസൊക്കെ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ നമുക്കൊരു പേര് സ്പെയർ പാർട്ട് കിട്ടുമോ, ഇതിൻ്റെ സ്പെയർ കിട്ടുമോ എന്നൊക്കെ. ഒരു ഹോണ്ട എയർ കൂൾഡ് മോട്ടോർ സൈക്കിൾ നിങ്ങൾ ഫ്രീക്വൻറ്റ്ലി ഓയിൽ ചേഞ്ച് മാത്രം ചെയ്ത് വെച്ചാൽ ഇതൊരു ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിനാണ്. അത്രയും റിലയബിളാണ് ഹോണ്ടയുടെ ഈ എയർ കൂൾഡ് എഞ്ചിൻസ് കേട്ടോ. ഇതിനപ്പോൾ ലെസ് പാർട്സ് ആണുള്ള, ലെസ് ഇലക്ട്രോണിക്സ് ആണുള്ള. അങ്ങനെ ഇപ്പോൾ പ്രശ്നം വരാനുള്ള സാധനം വളരെ കുറവാണ്. മാത്രമല്ല ഹോണ്ടയുടെ ആ റിലയബിലിറ്റികളോട് നമുക്ക് ധൈര്യത്തോടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഫുഡ് പാക്ക് കണ്ടില്ലേ, ഹോണ്ട 2.0 പഴയ CB 200 പോലെ സിമിലർ ആയിട്ടുള്ള ഫുഡ് പാക്ക്, റബ്ബർ മൗണ്ടഡ് ഫുഡ് പാക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പൊസിഷൻ കണ്ടില്ലേ, ഇത് കുറച്ച് വന്ന് കുറച്ച് പൊടിക്ക് ബാക്കിലോട്ടാക്കി ഒരു സ്പോർട്ടി പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഹാൻഡ് ബാർ കംഫർട്ടബിൾ ആക്കി കൊടുത്തത് അതൊരു മിസ് മാച്ച് ആണ്. അത് എർഗണോമിക്സ് ഇരിക്കുമ്പോൾ ഞാൻ കാണിച്ചത്. പിന്നെ എക്സോസ്റ്റ് ഉണ്ടല്ലേ, സൈഡിലോട്ട് റൂട്ട് ചെയ്തിട്ട് സൈഡിലോട്ട് ഒരു കുട്ടി എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സ് ടൈപ്പ് സ്വിങ്ങാമ കൊടുത്തേക്കുന്നത്. ബാക്കിലത്തെ ടയർ സൈസ് ഒക്കെ 140 സെക്ഷൻ ട്യൂബ്ലെസ് ടയർ 17 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. നല്ല ടയർ ഓപ്ഷൻ കിട്ടും. അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ ടയേഴ്സ് കിട്ടും കേട്ടോ. മാത്രമല്ല നോൺ റേഡിയൽ ടയർ നിങ്ങൾക്ക് മാറ്റി റേഡിയൽ ടയർ ആക്കുകയാണെങ്കിൽ ബെറ്റർ ഫോർ ടൂറിങ്, ബെറ്റർ ഹാൻഡ്ലിംഗ് കിട്ടുന്ന, ബെറ്റർ ബ്രേക്കിംഗ് എല്ലാം കൂടി കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡിസ്ക് റോട്ടർ 220 ആവും കുട്ടി ഡിസ്ക് റോട്ടറാണ് ബാക്കി കൊടുത്തത്. ഡുവൽ ചാനൽ ABS, സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ധൈര്യത്തോടെ നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്ക് ബ്രേക്ക് പിടിക്കാം. അതിനോടൊപ്പം തന്നെ സ്ലിപ്പ് ആൻഡ് ക്ലച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾ ബിഗിനർ ആയിട്ട് നിങ്ങൾ അറിയാണ്ട് 50th സെക്കൻഡ് അല്ലെങ്കിൽ തേർഡിലോട്ട് അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്താലും റിയർ വീൽ ലോക്കാണ്, പേടിയും വേണ്ട. കൊള്ളാം അല്ലേ. പിന്നെ എൻ്റെ റിയർ ടെയിൽ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹോർണറ്റ് 2.0 പോലെ സിമിലർ ആണ് കേട്ടോ. നോക്കുക ആ എക്സ് ടെയിലായിട്ട് ഹോർണറ്റ് 2.0 ആ പഴയ CB 200X സിമിലർ സാധനം. ഇത് ശരിക്കും CB 200Xനെ പേര് മാറ്റിയേക്കും. അതിനൊപ്പം ട്രാക്ഷൻ കൺട്രോൾ, ഡുവൽ ചാനൽ ABS, പിന്നെന്താ TFT 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ കൊടുത്തേക്കാം. ഇതെല്ലാം കൊടുത്തപ്പോൾ ഏകദേശം ഒരു 15,000-18,000 റുപ്പീസ് ഒന്ന് കൂടി കേട്ടോ. അതാ നേരത്തെ നല്ല അഗ്രസീവ് പ്രൈസ്ഡ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് മത്താപ്പ് ആഡ് ചെയ്തിട്ട് പ്രൈസ് കൂട്ടി. എങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഇത് 5 സ്പീഡ് ഗിയർ ബോക്സ്, 6 സ്പീഡ് ഇല്ല. ഹൈവേയിൽ ഓടിച്ചിട്ട് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. ഇത് അങ്ങനത്തെ ഒരു മോട്ടോർ സൈക്കിൾ, ഒരു 184cc എയർ കൂൾഡ് എഞ്ചിനാണ്. നിങ്ങൾ 80-90 ഓടിക്കണം, യാതൊരു സീനും ഇല്ല. ഒരു ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിലൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രെയിൻ on the എഞ്ചിൻ, അപ്പോൾ വൈബ്രേഷൻ ഒക്കെ ഫീൽ ചെയ്യാം. അത് റൈഡ് ചെയ്തിട്ട് ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ബാക്കിലത്തെ ഷോക്കൊക്കെ ഒരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ഷോക്കൊക്കെ കൊടുത്ത് സെൻറ്റർ സ്റ്റാൻഡും കൊടുത്തിട്ട് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫും ഉണ്ട് കേട്ടോ. സെൻറ്റർ സ്റ്റാൻഡ് നല്ല നമുക്ക് സ്വന്തമായിട്ട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കണ്ടില്ലേ ഒരു കുട്ടി ചെയ്യുന്ന ഓറിങ്, സീൽഡ് ചെയ്യാൻ കൊടുത്തേ കണ്ട ഓറിങ്സ് ഒക്കെ കൊടുത്തേ കണ്ടില്ലേ. ഓ ബാഷ് പ്ലേറ്റ് ഉണ്ടോ? ഇത് മെറ്റൽ ബാഷ് പ്ലേറ്റ് അല്ല, ഇത് പ്ലാസ്റ്റിക് ബാഷ് പ്ലേറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ഉണ്ടാവും, പക്ഷേ ശരിക്കും 168 mm ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല കേട്ടോ. അത്രമാത്രം ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല. കാരണം ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് വരുന്നത് എന്താ ഹോർണറ്റ് 2.0 ആയിട്ട് സിമിലർ ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ്. അങ്ങനെ ലോങ് ട്രാവൽ സസ്പെൻഷൻ ഒന്നുമില്ല. അതാ ഇതിന് കുറച്ചുകൂടി ലോങ്ങർ ട്രാവൽ സസ്പെൻഷൻ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ലോങ്ങർ വീൽ ബേസാണ്. ഇത് കണ്ട ഭയങ്കര ഷോർട്ട് വീൽ ബേസാണ്. സിറ്റിയിലൊക്കെ ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് ഹൈവേയിൽ ഓടിക്കാൻ കുറച്ച് സ്റ്റെബിലിറ്റി ഇഷ്യൂ വരുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഒന്ന് ഇരുന്നും കൂടി കാണിച്ചുതരാം.
വെയിറ്റ് കുറവാണ്, 150 kg ലെസ്സാണ്. ഇത് ഹോർണറ്റിനെക്കാട്ടി വെയിറ്റ് കൂടി, പക്ഷേ എന്നാലും സ്റ്റിൽ എ ലൈറ്റ് വെയിറ്റ് മോട്ടോർ സൈക്കിൾ കേട്ടോ. നമ്മളെപ്പോഴും വലിയ വെയിറ്റ് കൂടിയ മോട്ടോർ സൈക്കിൾസൊക്കെ ഓടിച്ചതേ. ആ ലൈറ്റ് ക്ലച്ച് ലെവർ കണ്ടില്ലേ, പഴം പോലത്തെ ക്ലച്ച്. അതാ ഹോണ്ടയുടെ എൻജിൻസിൻ്റെ ആ ക്ലച്ച് ലെവറിൻ്റെയൊക്കെ പ്രത്യേകത കേട്ടോ. എന്ത് ലൈറ്റാണ്. പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പർ പൊസിഷൻ തന്നെ. ചില ഹോണ്ട മോട്ടോർ സൈക്കിൾ അവർ തലതിരിച്ച് വെക്കും, എനിക്കത് ഇഷ്ടമല്ല. കിൽ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്, കിൽ സ്വിച്ച് ഓണാക്കി കയറി ഇരുന്ന് നോക്കട്ടെ. ഇരുന്നപ്പോൾ തന്നെ പ്ലാസ്റ്റിക് ചെറിയൊരു ക്രീക്കിങ് കണ്ടില്ലേ. ചില പ്ലാസ്റ്റിക് അത്ര സെറ്റപ്പ് അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഫോർ ദാറ്റ് പ്രൈസ് ഇസ് ഗുഡ്. ഫ്രണ്ട് ഫോർക്ക് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമുക്കൊന്ന് ബ്രേക്കും കൂടി പിടിച്ചു നോക്കാം. ബ്രേക്ക് പിടിക്കാൻ ഫ്രണ്ട് ആൻഡ് ഡൈവ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ഫ്രണ്ട്, ബാക്ക് കുറച്ചൊന്ന് ഹാർഡ്. സീറ്റ് അവർ ചേഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞത്, അത് ഞാൻ നോക്കട്ടെ. അത് ഞാൻ പറയാൻ വിട്ടു സീറ്റിൻ്റെ കാര്യം. ഈ ഹോർണറ്റ് 2.0 അത്ര ലോങ് സീറ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലോങ്ങർ സീറ്റാക്കി കുറച്ച് ബെറ്റർ പാഡിങ് കൊടുത്ത് അത് സീറ്റായിട്ട് കൂടി 8-10 mm പില്ലിയനും ആവശ്യമുള്ള സ്പേസ് കൊടുത്ത്. പക്ഷേ പില്ലിയൻ സീറ്റ് കുറച്ചൊന്ന് ഹാർഡ് സൈഡ്. ഇത് രണ്ടും എടുത്ത് കുറച്ചും കൂടി ബെറ്ററായിട്ട് പാഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. മാത്രമല്ല ഗ്രാബ് റെയിൽ ചെറിയൊരു ചേഞ്ച്, ഹോർണറ്റിൻ്റെ സിമിലർ ആയിട്ടുള്ള ഗ്രാബ് റെയിൽ ഇവിടെ ഒരു പൊടിക്ക് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇരുന്ന് കാണിച്ചാൽ ഇതിൻ്റെ സീറ്റായിട്ട് വരുന്ന 8-10 mm. ഞാൻ 5'8" ആണ്. എനിക്കത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. എർഗണോമിക്സ് ഒക്കെ ഫുഡ് പാക്ക് ഒരു പൊടിക്ക് പുറകിലോട്ടാണ് കേട്ടോ. കറക്റ്റ് ന്യൂട്രലിൽ കുറച്ച് സ്പോട്ടി. ആ ഹോർണറ്റ് 2.0 സ്പോട്ടി പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ജസ്റ്റ് ഒന്ന് കൈ തട്ടിയതാണ്ട് കിൽ സ്വിച്ച് ഓഫാക്കി വെക്കട്ടെ. പക്ഷേ സീറ്റിംഗ് പൊസിഷൻ നോക്കി, ഞാൻ ഇത് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് നോക്കും. ഒരു പൊടിക്ക് വേണ്ടി ഫ്രണ്ടിലോട്ട് ചെയ്യണം, പക്ഷേ എന്നാൽ പെർഫെക്റ്റ്ലി അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ടാണ്. പിന്നെ ആ ടോൾ വിൻസ്ക്രീൻ കൊടുത്തുകൊണ്ട് വിൻ പ്രൊട്ടക്ഷൻ കിട്ടും. ഹൈവേ ടൂറിങ്ങിനും സിറ്റി യൂസിന് സെറ്റപ്പ് ആയിക്കോട്ടെ. ഈ വണ്ടി കാരണം വൈഡ് ഹാൻഡ് ബാസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റ് എവിടെ വേണ്ടി ഞാൻ കേൾപ്പിച്ചുതരാം. വണ്ടി ഓണായി കഴിഞ്ഞാൽ അതൊക്കെ ചില എക്യുപ്മെൻറ്റ്സൊക്കെ ഹോണ്ട കട്ട് ചെയ്യും. ചില വണ്ടികൾ നമ്മൾ സ്റ്റാർട്ട് ആക്കിയാൽ പിന്നെ നമുക്ക് സെൽഫ് അടിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കണ്ടില്ലേ വീണ്ടും പഴയ ടെക്കാണ്. പക്ഷേ ഈ പഴയ ടെക്ക് എന്നൊക്കെ ഞാൻ പറയും, പക്ഷേ ഇത് ബുള്ളറ്റ് പ്രൂഫ് സാധനം കേട്ടോ. ഇങ്ങനെയൊന്നും അടിച്ചാൽ ഒരിക്കലും കേടായാലും എങ്ങനെ അബ്യൂസ് ചെയ്താലും ലാസ്റ്റ് ചെയ്യുന്ന അത്രയും മാത്രമുള്ള ടെക്കാണ് ഹോണ്ട കൊടുക്കുന്നത്. അത്രയും ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള ടെക്നോളജി. എൻ്റെ കയ്യിലൊക്കെ ഹോണ്ട മോട്ടോർ സൈക്കിൾ ഇത്രയും വർഷമായിട്ട് ആ ആക്റ്റീവ് കണ്ടില്ലേ, എല്ലാ വണ്ടി അകത്ത് വെച്ചേക്കാം, അതൊന്നും ഓടില്ല, മര്യാദക്ക് ഓടില്ല. പണിയോട് പണി ട്രാക്ക് ഓടുന്ന വണ്ടികൾ അറിയാലോ, അവസ്ഥ അറിയാലോ. പക്ഷേ ആ വണ്ടി കണ്ടില്ല, നമുക്ക് ആകെ കുറച്ച് തുള്ളിക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ വർഷങ്ങളോളം ഓടിക്കോളും. എങ്ങനെ ഇരിക്കണം, അതാണ് ഹോണ്ട. പിന്നെ കണ്ടേ ആ ട്വിൻ ത്രോട്ടിൽ കേബിളാണ്ട് ആ പുഷ് പുൾ ത്രോട്ടിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് ത്രോട്ടിൽ ജാം ആയി കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഷട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ട്വിൻ ത്രോട്ടിൽ കേബിൾസ് കൊടുക്കുന്നത്. പുഷ് പുൾ ത്രോട്ടിൽ എന്നാണ് പറയുന്നത്. അസാട്ടൊക്കെ കൊള്ളാം. ആ 6000 RPM കഴിയുമ്പോഴാണ് ആ വൈബ്രേഷൻ വരുന്നത്. ടാങ്കിൻ്റെ ഈ സൈഡും ഫുഡ് പാക്കിൻ്റെ ഇവിടെയും വരുന്നത് കേട്ടോ. എക്സോസ്റ്റോടും കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. ഒരു ചെറിയൊരു ഹെഡ് നോയ്സ് മാത്രം കേൾക്കാം. അതെന്തായാലും ഒരു ബട്ടറി സ്മൂത്ത് എഞ്ചിനാട്ടോ. ലോവർ RPM ഹയർ RPM എത്തുമ്പോഴേക്കാണ് കുറച്ച് ആ സ്ട്രെയിൻ കേൾക്കുന്നത്. ശ്രദ്ധിച്ചാണ് കുറച്ചൊന്ന് റെവ് ചെയ്ത് വരുമ്പോൾ. എന്നാലും എക്സോസ്റ്റോടെ കണ്ട ക്ലീൻ ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റാണ്. ഇപ്പോൾ BS6 എമിഷൻ നോംസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര റെസ്ട്രിക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സ്മൂത്ത് അല്ലേ, കുറച്ചൊന്ന് RPM കയറുമ്പോഴാണ് വൈബ്രേഷൻ വരുന്നത്. അതല്ലാണ്ട് യാതൊരു സീനുമില്ല. പിന്നെ ഹോർണറ്റ് 2.0 സിമിലർ ഹെഡ് ലാമ്പ് തന്നെയാണ്. ഇപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായി സെയിം ഹെഡ് ലാമ്പ് തന്നെ. അതിൻ്റെ എക്സ്ട്രാ കൗളിംഗ് ഒക്കെ കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ 1.69 lakhs എക്സ്ഷോറൂം കോച്ച്. പിന്നെ എൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2.09 lakhs ആണ് കേട്ടോ. പ്രൈസ് കൂടിയുണ്ടോ കമ്പയർഡ് ടു ദ CB200X. കുറച്ച് പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്, പക്ഷേ എന്നാൽ ഈസ് സ്റ്റിൽ വർത്ത് ഇറ്റ്. ഒരു റൈഡ് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ NX200 ഇറക്കി കേട്ടോ. പഴം പോലത്തെ ക്ലച്ച്. അതാ ഈ ഹോണ്ട എൻജിൻസിൻ്റെ ഒരു പ്രത്യേകത. എൻ്റെ ഭയങ്കര ലൈറ്റ് ക്ലച്ചാണ്, സ്മൂത്ത് ഗിയർ ബോക്സും. കൊള്ളാം. ഭയങ്കര അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഫുഡ് പാക്സ് അങ്ങോട്ട് മാച്ച് ചെയ്തില്ല. ഹോർണറ്റ് 2.0 സിമിലർ ആയിട്ടുള്ള ഫുഡ് പാക്ക് പോസ്റ്റിലാണ്. അതുകൊണ്ട് എർഗണോമിക്സ് കാല് കണ്ടില്ലേ, കുഴപ്പമില്ല. എന്നാൽ കുറച്ചൊരു പൊടിക്ക് ബാക്കിലോട്ട്. ഒരു അഡ്വഞ്ചർ മൂഡ് ഓഫ് റൈഡിങ് അല്ല, ഒരു ഇടയ്ക്കൊരു ഫോഴ്സ് ന്യൂട്രലാണ് വീണ. ഈക്കോ മോഡിൽ തന്നെ പോകുന്ന ഇത് നല്ല ഫ്യൂൽ എഫിഷ്യൻറ്റും കൂടിയാണ്. ഏകദേശം മര്യാദയൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ ഒരു 45 km ടു ലിറ്റർ ഫ്യൂൽ എക്കോണമിയും കിട്ടുന്നതാണ്. പിന്നെ ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ വേണ്ട. റിയർ വീൽ ലോക്കിംഗ് ഇല്ല, ഹോപ്പിംഗ് ഇല്ല. സെറ്റപ്പ് നോക്കണേ.
അധികം വൈബ്രേഷൻ കൂടി ഇല്ല കേട്ടോ, അത് കൊള്ളാം. പിന്നെ ഓർഗാനിക് ബ്രേക്ക് പാഡ്സ്, അത്രമാത്രം ബൈറ്റില്ല. ഫ്രണ്ടിൽ അത്രയും വലിയ ഡിസ്ക്രോട്ടറാണ്, 286 ഡിസ്ക്രോട്ടറാണ്. ചെറിയൊരു ഡിസ്ക്രോട്ടറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്, അത്രയും സ്റ്റോപ്പിംഗ് പെർഫോമൻസ് ഇല്ല. പിന്നെ ഫ്രണ്ട് ഫോർക്ക് നോക്കട്ടെ, പിന്നെ ആ ഫ്രണ്ട് ആൻഡ് ഡൈവ് ഉണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ. ഓ അക്രമമാണല്ലോ ഇവിടെ. ആ ഫ്രണ്ട് ആൻഡ് ഡൈവും ഉണ്ട്. ആ TFT ഡിസ്പ്ലേ കാണാൻ കൊള്ളാം കേട്ടോ. ആ 4.2 ഇഞ്ച് കളർ TFT ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. ഓ മാറി കണ്ട, ഇപ്പം നമ്മൾ ഇരുട്ടത്തുകൂടി പോകുമ്പോഴേക്കും അതിൻ്റെ കളർ ചേഞ്ചായി. അങ്ങനെ പുറത്ത് ബ്രൈറ്റ്നെസ് കൂടുമ്പോഴാണ് ഇതിൻ്റെ കളർ മാറുന്നത്. ഇത് വൈറ്റ് കളർ കേട്ടോ. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ മാറി. നമ്മളിപ്പോൾ തണലത്താകുമ്പോൾ കണ്ട ബ്ലാക്ക് ആയിട്ടിരിക്കും. ഒന്നും വെയിലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറും കേട്ടോ. നല്ല നിമ്പിൾ ഹാൻഡ്ലിംഗ് ആണ്, ഷോർട്ട് വീൽ ബേസ് ആണ്. ഇത് ഹോർനെറ്റിൻ്റെ സിമിലർ ഡയമെൻഷൻ തന്നെ, കുറച്ചൊന്ന് വെയിറ്റ് കൂടിയ വണ്ടിയാണ്. ഒരു U-ടേൺ എടുത്ത് നോക്കട്ടെ, എന്നാലും എനിക്ക് കറക്റ്റ് സെറ്റപ്പ് മനസ്സിലാവും. ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കൊണ്ടുപോകാൻ കൊള്ളാം. പക്ഷെ നല്ല അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഹാൻഡ് ബാർ പൊക്കി വെച്ചേക്കുവാണ്. ഹോർനെറ്റിനെ കാട്ടിയും ഏകദേശം 6 സെൻറ്റിമീറ്റർ അവർ പൊക്കിയെന്നാണ് പറഞ്ഞു. ക്രോസിംഗ് ആണ്, എല്ലാവരും ക്രോസ് ചെയ്ത് പോട്ടെ. ഓവർടേക്കാണ്. അങ്ങനെ അത്രമാത്രം ഫാസ്റ്റ് ആക്സലേഷൻ ഉള്ള വണ്ടിയൊന്നുമില്ല കേട്ടോ. ഇത് സാധാ ഒരു എയർ കൂൾഡ് എഞ്ചിനാണ്. 200cc അല്ല, 184cc എയർ കൂൾഡ് എഞ്ചിൻ. ഓയിൽ കൂളിംഗ് കൂടിയില്ല. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ഒക്കെ കൊടുത്തേക്കുന്ന ഏകദേശം 17 ഹോഴ്സ് പവർ, 15 Nm ഓഫ് ടോർക്കാണ് കേട്ടോ. റെസ്പെക്റ്റബിൾ, അത്ര ഹൈ എൻഡ് സാധനമൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അറ്റ് ലോവർ RPM അധികം വൈബ്രേഷൻ ഒന്നുമില്ല കേട്ടോ. ഫുഡ് പാക്ക് വൈബ്രേഷൻ ഇല്ല, ബാറിൻ്റെ വൈബ്രേഷൻ ഇല്ല. കുറച്ചൊന്ന് സ്പീഡ് കയറിക്കുന്നത്, അങ്ങനെ ഹൈ സ്പീഡിൽ ഓടിക്കേണ്ട വണ്ടിയൊന്നുമില്ല. ഇത് 0 to 100 ഏകദേശം എത്രയാണ്? 0 to 100 ഒക്കെ ഭയങ്കര സ്ലോ ആണ്. ഓൾറെഡി ആ ഹോർനെറ്റ് 2.0 ഒക്കെ ഏകദേശം 14 സെക്കൻഡ്സ് 15 സെക്കൻഡ്സിൽ 100 എത്തുന്നത്. ഇത് സിമിലർ ഗിയറിംഗ് ആണ്, കുറച്ചുകൂടി വെയിറ്റ് കൂടിയുണ്ട് ഹോർനെറ്റെക്കാട്ടി. അപ്പോൾ കുറച്ചുകൂടി സ്ലോവർ ആവും കേട്ടോ. ഏകദേശം 15 സെക്കൻഡ്സ് എടുക്കും ഇത് 100 എത്താൻ. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നിങ്ങൾക്കൊരു 80-90 ഈസിലി കംഫർട്ടബിളി ക്രൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത്ര നേരം നമ്മൾ ഹെവി സിറ്റിയിലൂടെ ഓടിച്ചിട്ട് യാതൊരു ഹീറ്റിംഗ് ഇല്ല. ഇടവഴി കൂടി പോവാം. നമുക്ക് ഇതിൻ്റെ പേർപ്പസ് അതാണല്ലോ. ഇതങ്ങനെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളല്ല. അത്രമാത്രം എന്താ ഗ്രൗണ്ട് ക്ലിയറൻസോ അങ്ങനെ സെറ്റപ്പ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറവാണ്. 167 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൂ. അങ്ങനെ ലോങ് ട്രാവൽ സസ്പെൻഷൻ ട്രാവൽ ഹോർനെറ്റിനെ പോലെ സിമിലർ ആണ്. അത്രയും പവർ ഇല്ല, പക്ഷേ ഹീറ്റിംഗ് ഇല്ല. നല്ല സ്മൂത്ത് സ്ലിക്ക് ഗിയർ ബോക്സാണ് കൊടുത്തത്. 5 സ്പീഡാണ്. ആ ഷോർട്ട് വീൽ ബേസ് ആയതുകൊണ്ട് ഭയങ്കര ഫ്ലിക്കബിൾ ആണ് കേട്ടോ. ആ വൈഡ് ഹാൻഡ് ബാസും കൊടുത്തുകൊണ്ട് ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കൊണ്ടുപോകാൻ കൊള്ളാം. ഇതിൻ്റെ സ്റ്റാൻസ് എനിക്കിപ്പോൾ ഇഷ്ടപ്പെടും. ഒരു സ്പോർട്ടി അഡ്വഞ്ചറിഷ് സ്റ്റാൻസാണ്. ഫുഡ് പേ കുറച്ച് ബാക്കിലോട്ട് അയക്കുന്ന അത് ഹോർനെറ്റിൻ്റെ പോലെ സ്പോർട്ടിയാണ്. പക്ഷേ ഹാൻഡ് ബാർ കംഫർട്ടബിൾ. എന്താണല്ലേ. ബ്രേക്സ് ഉണ്ടാവും. ബ്രേക്സ് എന്താ പറയുക, പ്രോഗ്രസീവാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയുള്ള ഓർഗാനിക് പാഡ്സാണ്. ഇത് നിങ്ങൾ മാറ്റി സെറാമിക് അല്ലെങ്കിൽ സിൻഡർ പാഡ്സ് ഇട്ടാൽ ബെറ്റർ ബ്രേക്കിംഗ് കിട്ടുന്നതാണ് കേട്ടോ. കുറച്ച് മോശമായിട്ടുള്ള റോഡും കൂടി ഓടിച്ചു നോക്കാം അല്ലേ. ഇത് ഓൾറെഡി റോഡ് മോശമാണ്. അവിടെ ഓടിച്ചിട്ട് വലിയ ടാസ്ക് ഒന്നുമില്ല കേട്ടോ. സസ്പെൻഷൻ ഇസ് ഗുഡ്. ബാക്ക് ഷോക്ക് കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡാണ്. സീറ്റും അത്രമാത്രം എന്താ പാഡിങ് ഉണ്ട്, കുറച്ചുകൂടി ഹൈറ്റിലാണ് വെച്ചേക്കാം. ഇത് ഹോർനെറ്റിൻ്റെ കാലം കുറച്ചുകൂടി വലിയ സീറ്റാണ് കൊടുത്തത്, കുറച്ചുകൂടി എക്സ്ട്രാ പാഡിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു ഹമ്പ് എടുത്ത് നോക്കട്ടെ. ഓ ചാടി എറിഞ്ഞൊക്കെ പോകുന്നത്. സസ്പെൻഷൻ സിമിലർ ടു ദ ഹോർനെറ്റാണ് കേട്ടോ. ഇത് പണ്ട് CB 200X ആയിരുന്നു. ആ ഒരു പേര് മാറ്റിയതാണ്, റീബാജ് ചെയ്ത് NX സീരീസിലോട്ടാക്കി. ഇതിൻ്റെ ലുക്സൊക്കെ ഇൻസ്പയർ ചെയ്തെടുത്തേക്കാൻ CB 500X എന്നാണ്. ഒരു വെറൈറ്റി വണ്ടിയാട്ടോ മൊത്തത്തിൽ. പക്ഷെ ഓടിക്കാൻ കൊള്ളാം കേട്ടോ. ടയേഴ്സ് ആ ഡീസൻ്റ്. ആ MRF കേർവ് ടയേഴ്സാണ്, ഡുവൽ സ്പോർട്ട് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ബെറ്റർ റോഡ് ടയേഴ്സ്. ഇത് 17 ഇഞ്ച്. അപ്പോൾ കുറേ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ടയർ മാറ്റാൻ കേട്ടോ. അടിപൊളി ടയേഴ്സ് കിട്ടും നിങ്ങൾക്ക്. സിറ്റി റൈഡിങ് ആണ്, ടൂറിങ് ആണ്, റോഡ് യൂസിന് നല്ലൊരു ടൂറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആ വിൻഷീൽഡ് ഉണ്ടല്ലേ, നല്ല വിൻഡ് പ്രൊട്ടക്ഷനാണ്, കൊള്ളാട്ടോ. പക്ഷേ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വിൻഡ് ഓവറായിട്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. കുറച്ചധികം എക്സ്ട്രാ ആയിട്ട് വിൻഡ് ബ്ലോക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ കുറച്ചധികം ചൂട് വരും കേട്ടോ. പിന്നെ ഇത് കാണിക്കട്ടോ, ആ എക്കോ മോഡിൽ നമ്മൾ എത്ര ഫ്യൂൽ എഫിഷ്യൻ്റായിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് കാണിക്കും. ആ മീറ്റർ ടോപ്പ് ലെഫ്റ്റിൽ കണ്ടില്ലേ, ഈക്കോ മോഡ് കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ വളരെ ലെസ് ത്രോട്ടിലും പുട്ടേ കൊടുക്കണം. അപ്പോൾ നല്ല ഫ്യൂൽ എക്കോണമി കിട്ടുമെന്നാണ് പറയുന്നത്. ഓ ഇതിൽ ഇങ്ങനെ ഓടിച്ചാൽ 80 കിലോമീറ്റർ ടു ലിറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടുമെന്നാണ് പറയുന്നത്. കണ്ട ശാന്തി സമാധാനമായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. കംഫർട്ടബിൾ എർഗണോമിക്സാണ്. പക്ഷേ സസ്പെൻഷൻ കുറച്ചുകൂടി മാറ്റിയെങ്കിൽ മച്ച് ബെറ്റർ ആയതിന്. ആക്സലേഷനൊക്കെ നോക്കട്ടെ. ഡുവൽ ചാനൽ ABS ഒക്കെ ഉണ്ടോ. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്സ് കയറി പിടിക്കുക. സ്റ്റെബിലിറ്റി നല്ല സ്റ്റേബിൾ വണ്ടിയും കൂടിയാണ് കേട്ടോ.
ബാക്ക് ബ്രേക്ക് അത്രമാത്രം ഫീഡ്ബാക്ക് ഒന്നും ഇല്ല കേട്ടോ. ഉണ്ട്, ബാക്ക് ബ്രേക്ക് ഉണ്ട്, പക്ഷെ എന്നാലും അത്ര സെറ്റപ്പ്. ചെറിയ കുട്ടി 220mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹംപ് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, നിന്ന് നോക്കട്ടെ. ഓ, സസ്പെൻഷൻ ട്രാവലൊന്നുമില്ല, ബോട്ടം ഔട്ടായി പോകട്ടെ അപ്പം തന്നെ. പക്ഷെ നിന്ന് ഓടിക്കാനും കുഴപ്പമില്ല കേട്ടോ. ആ ഹാൻഡ് ബാഗിൻ്റെ റേസ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടേ, ഇങ്ങനെ നിന്ന് ഓടിക്കാനും കുഴപ്പമില്ല. കുറച്ചുകൂടി പൊടിക്ക് റേസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും കേട്ടോ. ഹാൻഡ്ലിങ് നല്ല ഹാൻഡ്ലിങ്, ആ ഷോർട്ട് വീൽ ബേസ് ആയതുകൊണ്ട് ഈ വൈഡ് ഹാൻഡ് ബാസ് കൊടുത്തുകൊണ്ട് നന്നായിട്ട് എന്ത് പറയുക അക്രമം കാണിക്കാൻ പറ്റും കേട്ടോ. ആകെ പ്രശ്നം തന്നെ എൻ്റെ ഫുഡ് പാക്ക് കണ്ടില്ലേ, ഫുഡ് പാക്ക് ഹോർണിൻ്റെ സിമിലർ പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് അറിയോ, ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടുതൽ വർക്ക് എടുക്കണം ഒരു ഫീലിംഗ് ആണ്. കാലെടുത്ത് മാറ്റി വെച്ച് ഷിഫ്റ്റ് ചെയ്യണ ഒരു ഫീലിംഗ് ആട്ടോ. സോ ഫൈനലി NX200 നമ്മൾ കൊണ്ടുവന്നു. നിങ്ങളെല്ലാം റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി കുറേ ടെസ്റ്റ് ചെയ്തിട്ട് കുറേ പ്രാവശ്യം ഡിലേ ആയി, ഇടയ്ക്ക് ഫുട്ടേജ് നഷ്ടപ്പെട്ട് പ്രോപ്പർലി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മഴ പെയ്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വീഡിയോ പോസ്റ്റ്പോൺ ചെയ്ത് ഇന്ന് ഫൈനലി നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടോ. NX200 ഹോണ്ടയുടെ റീബാച്ച് CB200, നേരത്തെ ശരിക്കും CB500 ഡിസൈൻ ലാംഗ്വേജ് ഫോളോ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. അത് അവരെടുത്തിട്ട് NX ബ്രാൻഡിങ് കൊടുത്ത്. NX ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ന്യൂ എക്സ്പ്ലോറർ, ന്യൂ എക്സ് ഓവർ, അങ്ങനെ എന്തോ സെറ്റപ്പിലാണ് കേട്ടോ ഹോണ്ട ബാച്ച് ചെയ്യുന്ന. ഒരു ഭയങ്കര യൂണിക്ക്. ഹോണ്ടയുടെ അറിയില്ല, പണ്ട് CBC ഇരുന്ന സിറ്റി ബൈക്കർ, ക്രോസ് ബീമോ സിറ്റി ബൈക്കർ അങ്ങനത്തെ സെറ്റപ്പിലായിരുന്നു പോലെ. പക്ഷേ ഇത് കുറച്ചൊരു അഡ്വഞ്ചർ ലൈൻ ഓഫ് മോട്ടോർ സൈക്കിൾസിലാണ് ഇപ്പോൾ ഇത് പൊസിഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഈ NX200 ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളല്ല. ഇത് ബേസിക്കലി ഈ ഹോണറ്റ് 2.0 ഇല്ലേ, അതെടുത്തിട്ട് ഒരു അഡ്വഞ്ചർ ഫെയറിംഗ് ഗേറ്റ്, സിമിലർ സസ്പെൻഷൻ വിത്ത് ഡുവൽ സ്പോർട്ട് ടയേഴ്സ് കൊടുത്ത് നമ്മുടെ റോഡിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്നൊരു മോട്ടോർ സൈക്കിളാണ്. ഇതിന് കുറച്ചും കൂടി ഒരു ബെറ്റർ സസ്പെൻഷൻ, കുറച്ചുകൂടി ബെറ്റർ ബ്രേക്സ്, ബെറ്റർ ടയേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ ഇത് നല്ല പൊട്ടൻഷ്യൽ ആയിരുന്നു. ആ സസ്പെൻഷൻ അവർക്കൊന്ന് മാറ്റായിരുന്നു. ഇത് ഹോണറ്റ് 2.0 നേരത്തെ CB200X പോലത്തെ സെയിം സസ്പെൻഷൻ തന്നെ. ഇതിന് കുറച്ചും കൂടി ഒരു ലോങ്ങർ ട്രാവൽ സസ്പെൻഷൻ ഫ്രണ്ടും ബാക്കും കൊടുത്തെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് ഫോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്, ബാക്ക് ഷോക്ക് കുറച്ചൊന്ന് ഹാർഡർ സൈഡാണ്. ഇതിൻ്റെ സീറ്റും കുറച്ചും കൂടി സോഫ്റ്റായി കുറച്ചുകൂടി എക്സ്ട്രാ പാഡിങ് കൊടുത്തിരുന്നെങ്കിൽ, കുറച്ചും കൂടി ബിഗർ ടാങ്ക് റേഞ്ച് കൊടുത്തിട്ട് ഒരു ഓയിൽ കൂൾഡ് എഞ്ചിൻ, അതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ എഞ്ചിനും കൂടി കൊടുത്തിരുന്നെങ്കിൽ മച്ച് ബെറ്റർ ആയിരുന്നു. ഇതിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു എയർ കൂൾഡ് എഞ്ചിനാണ് കൊടുത്തത്. എയർ കൂൾഡ് ഹോണ്ട എഞ്ചിൻസ് യാതൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഹയർ RPM റവേ കുറച്ച് സ്ട്രഗ്ലിംഗ് പോലത്തെ ഫീലിംഗ് ആണ് കിട്ടുക. അത്രമാത്രം പവർ ഔട്ട്പുട്ട് ഇല്ല. ഇത് 0 to 100 എത്താൻ ഏകദേശം 15-16 സെക്കൻഡ്സ് എടുക്കുന്നത്. ഇത് അത്ര ആക്സിലേഷൻ ഓറിയൻറ്റഡ് മോട്ടോർ സൈക്കിളല്ല, പക്ഷേ നിങ്ങൾക്ക് സിറ്റി യൂസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന മോട്ടോർ സൈക്കിൾ വേണം, വൈൽ ലുക്കിംഗ് ലൈക്ക് എൻ അഡ്വഞ്ചർ മോട്ടോർ. നിങ്ങൾക്ക് ഒരു അഡ്വഞ്ചർ പോലത്തെ മോട്ടോർ സൈക്കിൾ വേണം, പക്ഷേ സിറ്റി ഓടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈസി ടു റൈഡ്. വെയിറ്റ് കുറവ്, 148 kgs വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ലൈറ്റ്. ഇത് ഓടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഷോർട്ടർ വീൽ ബേസ് ആണ്. ഇത് ആ ഹോണറ്റ് 2.0 ഷോർട്ടർ വീൽ ബേസാണ്. സാധാരണ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ V-Strom 250 ഒക്കെ എന്ന് പറഞ്ഞാൽ 1440 അങ്ങനെ 1400 അപ്പോൾ ലോങ്ങർ വീൽ ബേസാണ് വരുന്ന, കുറച്ചൊരു വെയിറ്റ് കൂടുന്ന മോട്ടോർ സൈക്കിൾസാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും ഇത് ശരിക്കും നല്ല പൊസിഷനാണ്. ഇത് മറ്റ് മോട്ടോർ സൈക്കിൾസ് പോലെ ആ 200cc കാറ്റഗറി വരുന്ന ഇപ്പോൾ എക്സ്പൾസ് ആണെങ്കിലോ ആ RTR 200 ആണെങ്കിലോ ആ വരുന്ന കാറ്റഗറി വന്ന എല്ലാ മോട്ടോർ സൈക്കിളിൻ്റെ പവർ കുറവാ, സ്പെസിഫിക്കേഷൻ കുറവാ. പക്ഷേ ഇപ്പോൾ ഡുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോളൊക്കെ കൊടുത്തിട്ട് ശരിക്കും അത്ര ആവശ്യമില്ല. എക്സ്പെഷ്യലി ഒരു 184cc 200 ആണെന്ന് വിചാരിക്കും ആക്കാൻ, പക്ഷേ 184cc എയർ കൂൾഡ് എഞ്ചിനാണ് കേട്ടോ. 17 ഹോഴ്സ് പവറിന് ട്രാക്ഷൻ കൺട്രോൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ എന്നാലും ഉണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് സേവ് ലൈഫ്സ്. അതാണ് എനിക്ക് പറയുന്നത്. സേഫ്റ്റി ഫീച്ചർ ഉള്ളത് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ബിഗർ മോട്ടോർ സൈക്കിൾസിലാണ്, പക്ഷേ എന്നാലും ട്രാക്ഷൻ കൺട്രോൾ ഒരു പ്രാവശ്യം എൻ്റെ ലൈഫ് സേവ് ചെയ്താണ്ട്. ഞാൻ അറിയാണ്ടേക്ക് നമ്മൾ ഓൾറെഡി ട്രാക്കിൽ അക്രമം കാണിച്ച് റോഡിലോട്ട് വന്നപ്പോഴേക്ക് ആ ട്രാൻസിഷനിൽ നമ്മൾ ഓൾറെഡി എപ്പോഴും ഫുൾ ത്രോട്ടിൽ കൊടുത്തുകൊണ്ടായിരുന്നത്. അതേപോലെ റോഡിലെത്തി ഞാൻ അങ്ങനെ പെട്ടെന്ന് കൈ തിരിച്ച് നോക്കിയതാണ്. അപ്പോൾ ട്രാക്കിൽ ഞാൻ ലെസ് പവർഡ് മോട്ടോർ സൈക്കിൾ ഓടിച്ചു. അപ്പോൾ എപ്പോഴും ഫുൾ ത്രോട്ടിൽ ഓടിച്ചിട്ട് അതേ നാക്കിലോട് ബിഗർ പവർ മോട്ടോർ സൈക്കിളിൽ വന്നിട്ട് ഞാൻ കൈ കൊടുത്ത ബാക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് പോയി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ട്രാക്ഷൻ കണ്ടോണ്ടേ അപ്പോൾ തന്നെ പവർ കട്ടായി. ഈ RTR 310 നമുക്ക് കിട്ടും. ഗോ കാർട്ടിലൊക്കെ ഓടിക്കുമ്പോൾ അറിയാണ്ട് ഫുൾ ത്രോട്ടിൽ പെട്ടെന്ന് കൊടുക്കും, അതിൻ്റെ വലിയ സ്പ്രോക്കറ്റ് ബാക്ക് പെട്ടെന്ന് സ്ലൈഡ് ആവട്ടോ, അപ്പോൾ തന്നെ പവർ കട്ടാവും. അതിനൊരു വീഡിയോ ഫുട്ടേജ് ഞാൻ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യട്ടോ, ഉണ്ടെങ്കിൽ ഞാൻ തപ്പെടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം. അത് പ്രോപ്പർലി പവർ കട്ട് ചെയ്യും. പക്ഷേ എപ്പോഴും അങ്ങനെ സേവ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇൻ കേസ് നമ്മൾ അറിയാണ്ട് നമ്മൾ ബിഗിനറാണ്, അങ്ങനത്തെ വെറ്റ് സ്ലിപ്പറി സർഫസിൽ പോയിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സേവ് ചെയ്യും. പിന്നെ ഡുവൽ ചാനൽ ABS ഉണ്ട്, അത് നല്ല ഫീച്ചറാണ്. നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും ധൈര്യത്തോടെ കയറി പിടിക്കുക വിത്തൗട്ട് ദ ഫിയർ ഓഫ് ലോക്കിംഗ് അപ്പ്. ബാക്ക് വീൽ ലോക്കാണ്ട് ഫ്രണ്ട് വീൽ ലോക്കാണ്ട് നിങ്ങൾക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റും. അതൊക്കെ കൊടുത്തത്. പിന്നെ ആ TFT ഡിസ്പ്ലേ ആണ്, 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ. ആക്റ്റീവിൽ വരുന്ന പുതിയ CB125 വരുന്ന ഹോണറ്റ് 125 അതിലൊക്കെ വരുന്ന അതേ TFT വിട്ടത്. ഇത് കുറേ എണ്ണം ബാക്കിയുണ്ടെന്ന് തോന്നുന്നു, അതെല്ലാം കുത്തിക്കയറ്റി വിടുക. പക്ഷേ പ്രൈസ് കൂടി CB200Xനെ കാട്ടി പ്രൈസ് കൂടിയിട്ടാണ്. അത് സിംഗിൾ ചാനൽ ABS ആയിരുന്നു, ഇതിപ്പോൾ ഡുവൽ ചാനൽ ABS ആയി കൊടുത്തിട്ടുണ്ട്. ബെറ്റർ സേഫ്റ്റിയാണ്, ഓവറോൾ നോക്കിയാൽ ബെറ്ററാണ്. പക്ഷേ ഏകദേശം 17,000-18,000 റുപ്പീസാണ് കൂടിയിരിക്കുന്നത്.
ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2.09 lakhs ആയിട്ടോ, കൊച്ചിയിലത്തെ പ്രൈസാണ് പറയുന്നത്. ആ പ്രൈസ് സ്പെസിഫിക്കേഷൻ നോക്കിയാൽ മച്ച് മോർ ബെറ്റർ മോട്ടോർ സൈക്കിൾസ് ഉണ്ട്. പക്ഷേ ഈ പാക്കേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സ്ലിപ്പർ കച്ചുള്ള മോട്ടോർ സൈക്കിൾ, നല്ല റിലയബിൾ ആയിട്ടുള്ള തലവേദനയൊന്നും ഇല്ലാത്തൊരു മോട്ടോർ സൈക്കിൾ കിട്ടുക. എയർ കൂൾഡ് ഹോണ്ട എഞ്ചിൻസ്, ഞാൻ എപ്പോഴും എടുത്തു പറഞ്ഞ കാര്യം ബുള്ളറ്റ് പ്രൂഫ് റിലയബിലിറ്റിയാണ്. ഹൈവേ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ടൂറിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ എഞ്ചിൻ വഴി കിടക്കണ പേടി വേണ്ട. അങ്ങനത്തെ അത്രയും റിലയബിൾ, അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റണമെങ്കിൽ അത് ഹോണ്ടയുടെ റിലയബിലിറ്റി. ഓവർ ദ ഇയേഴ്സ് അവർ ബിൽഡപ്പ് ചെയ്ത ആ പേരാണ് ഇപ്പോഴും റിലയബിൾ. ഹെഡ് നോയ്സ്, ചെറിയൊരു പൊടിക്ക് ഹെഡ് നോയ്സ് ഒക്കെ ഉണ്ട്. അത്രയും മോസ്റ്റ് റിഫൈൻഡ് ഹോണ്ടയൊന്നുമല്ല, പക്ഷേ ലോവർ RPM ഇത് റിഫൈൻഡ്. ആൻഡ് ഗിയർ ബോക്സ് ആണ് ഇടയ്ക്കൊരു ഫോൾസ് ന്യൂട്രൽ വന്നിട്ടോ, അതെന്താണെന്നറിയില്ല. ഞാൻ ഹോണ്ട എഞ്ചിൻസിൽ ആഫ്റ്റർ ലോങ് ടൈം ആണ് ഒരു ഫോൾസ് ന്യൂട്രൽ വരുന്നത്. എന്താണെന്നറിയില്ല, സെറ്റപ്പ് പറഞ്ഞത് ഹോണ്ടയുടെ ക്വാളിറ്റി ചെറുതായി കുറയുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്നാലും ഒരു നല്ല സ്ലിക്ക് ഗിയർ ബോക്സ്. ഇടയ്ക്ക് ആ 3rd to 4th വരുമ്പോൾ ഒരു ചെറിയൊരു ഫോൾസ് ന്യൂട്രൽ വന്ന്, മേ ബി പറയാൻ പറ്റില്ല, ടച്ച് വിട്ടൊന്നും പറയാം. പക്ഷെ എന്നാലും ഐ എം ഷുവർ ദ എഞ്ചിൻ ഇസ് ഗുഡ്, ഗിയർ ബോക്സ് ഇസ് ഗുഡ് ആണ്. കഥ മാറിപ്പോയി. പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ NX200 ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൽ, പക്ഷേ ലുക്സ് ലൈക്ക് ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ. നല്ല കംഫർട്ടബിൾ ആണ്. ഒന്ന് സീറ്റ് എടുത്ത് കുറച്ചും കൂടി ബെറ്റർ പാഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് സിറ്റി ഓടിക്കാൻ പറ്റുന്ന, വീക്കെൻഡ് ടൂറിങ് ചെയ്യാൻ പറ്റുന്ന വണ്ടി. ഈവൻ വിത്ത് പില്യം വെച്ചിട്ട് ഇത് കുറേ ആക്സറീസ് ഒക്കെ ഉണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് ആക്സറി സപ്പോർട്ട് ഉണ്ട്. അതൊക്കെ വെച്ചൊരു കാരിയറൊക്കെ വെച്ച് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 12 ലിറ്റർ ഫ്യൂൽ ടാങ്ക് ആണ്. മാത്രമല്ല നല്ല ഫ്യൂൽ എക്കോണമി, മര്യാദ ഓടിച്ചാൽ 45 കിലോമീറ്റർ ടു ലിറ്റർ ഫ്യൂൽ എക്കോണമിയും കിട്ടുന്നതാണ് കേട്ടോ. എല്ലാം വെച്ച് നോക്കിയാൽ ഒരു നോ നോൺസെൻസ് മോട്ടോർ സൈക്കിളാണ്. വിത്ത് ഡുവൽ ചാനൽ ABS ഉള്ളതുകൊണ്ട് സേഫ്റ്റിയാണ്. പിന്നെ 17 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറേ നെഗറ്റീവായിട്ട് പറയും, പക്ഷേ ഫോർ ടൂറിങ് വൈഡ് വെറൈറ്റി ഓഫ് ടയർ ഓപ്ഷൻസാണ് കിട്ടുന്നത് നിങ്ങൾക്ക്. അപ്പോളോ ആൽഫ H1 ഇടാം, CNS സ്പോർട്ട് ഇടാം. ഒരു സിൻറ്റഡ് അല്ലെങ്കിൽ സെറാമിക് ബ്രേക്ക് പാഡ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റപ്പ് ബ്രേക്കിംഗ് ആണ്. നിങ്ങൾക്ക് ബ്രേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാം. ഓവറോൾ വൺ മോട്ടോർ സൈക്കിൾ ഫോർ എവറിത്തിങ്. ഞാൻ പറയാം, റിയർ ഷോക്ക് കുറച്ചൊന്ന് ഹാർഡർ സൈഡ്, അത്രയും മാത്രം ആ ബംസ് ഒന്നും അബ്സോർബ് ചെയ്യില്ല. വലിയ ബംസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ബോട്ടം ഔട്ടായി ടയർ ലിഫ്റ്റ് ഓഫ് ആയി പോകും. അങ്ങനെ കുറച്ച് പ്രശ്നമില്ലാണ്ട് വേറൊരു ഇഷ്യൂ ഒന്നുമില്ല. എവറി ഡേ യൂസ് ഇൻ ദ സിറ്റി, കൊച്ചിയിലൊക്കെ ഓടിക്കുകയാണ് യാതൊരു സീൻ കേട്ടോ. പിന്നെ ഈ മോട്ടോർ സൈക്കിൾ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെസ്റ്റ് റൈഡ് ഒക്കെ ചെയ്ത് നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ട് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.